ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ അതേ ക്ലൈമറ്റൊക്കെ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അധികം വെയിലൊന്നും ഇല്ല ഇപ്പം നോക്കിയപ്പം വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കാക്കയ്ക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഡെയിലി ഇങ്ങനെ കൊടുക്കാറുണ്ട്. കുറച്ച് ചോറും വെള്ളവും വയ്ക്കും. കഴിക്കുന്നതിന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിച്ച വേസ്റ്റല്ല കൊടുക്കുന്നത്, നല്ല ചോറ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് അടിപൊളി ഒരു ബീഫ് കറി, ഒരു കോട്ടയം സ്റ്റൈൽ ബീഫ് കറി ഉണ്ടാക്കാൻ പോവാണ്. അതെ, അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അമ്മ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും എല്ലാം ഒരു പാത്രത്തിൽ തന്നെ ഒരുമിച്ച് അരിഞ്ഞെടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അത് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുമ്പേ ഉണ്ടായിരുന്നത് ഒരു 2 മീഡിയം സൈസ് സവാള, പിന്നെ ഒരു പിടി കുഞ്ഞുള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില, ഇത്രയായിരുന്നു അതിലുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ അതേ ഒരു ചട്ടി വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ മുമ്പേ അരിഞ്ഞ് വെച്ചിരുന്ന ആ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. കുഞ്ഞുള്ളി ഇത്തിരി ഏറെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളിയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പം ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു തക്കാളി ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് പെട്ടെന്ന് വാടി വരും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതേ ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നതിനും വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം, ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കാൻ പോവാണ്. അപ്പം ആദ്യമേ ഡയറക്റ്റ് വെള്ളം കൊണ്ട് ഒഴിക്കുന്നതിന് നല്ലത്. നിങ്ങൾ ഇച്ചിരി നന്നായിട്ടൊന്ന് കുറുക്കി ഒരു തിക്കാക്കി എടുത്ത് അതിൽ ബീഫിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് മുമ്പേ കഴുകി വെച്ചിരുന്ന നമ്മുടെ ബീഫ്, നല്ല അടിപൊളി ബീഫായിരുന്നു കേട്ടോ. കാരണം കറി വെച്ച് കൂട്ടിയ ശേഷമുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ആ ഗ്രേവിയിൽ നന്നായിട്ട് വെള്ളം ഒഴിക്കാൻ വരട്ടെ. അതിന് മുമ്പ് ആ ഗ്രേവിയിൽ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തു. മല്ലിയില ഇവിടെ മസ്റ്റാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളമൊക്കെ ഇറങ്ങും, അതുകൊണ്ട് വെള്ളമൊക്കെ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം തിളയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ബീഫ് വെന്തിട്ടില്ല, വലിയ വേവൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വേവുള്ളൊരു ബീഫായിരുന്നു. അപ്പം ഒന്നും ആയിട്ടില്ല കറി, കാരണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഏതൊരു കറി വെച്ചാലും നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇടയ്ക്ക് തുറന്നു ഇളക്കുകയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടിപൊളി ഒരു കോട്ടയം സ്റ്റൈൽ ബീഫ് കറി. ഇതിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻ്റൊക്കെ ആവാം. കുറച്ച് പെരുജീരകം പൊടിച്ചത്, പട്ടാഗ്രാമ്പൂ, പിന്നെ ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്യാൻ മറന്നതല്ല, മനഃപൂർവ്വം ആഡ് ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എരിവ് വേണ്ട. കുഞ്ഞുള്ളത് കൊണ്ട് ദേവൂട്ടിക്കും കൊടുക്കുന്നത് കൊണ്ട് അധികം എരിവിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ സ്പൈസി ആവും അതൊന്ന് ഇട്ട് കൊടുക്കുമ്പോൾ. അതർവൈസ് ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഈ സ്റ്റൈലിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.